മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനിയനാണ്. അതെ, 1982 സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായി ആനകൾ കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് ആട്ടോ ഇവിടെ കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്തെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം ആനിമേക്കർ ടീം ആനകളുടെ പ്രതിമ ആദ്യമായിട്ടാണ് ആന വീട്ടിൽ വരുന്നതോ? അപ്പൊ ആനകളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടോ. കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹെവി മഴയാണ്. ഹലോ amigos, this is Rockstar Raju here. Welcome back to my channel. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വടക്കുന്നാഥൻ ആനയൂട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഭാഗത്തിന് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വടക്കുന്നാഥൻ ആനയൂട്ട് 43ാമത്തെ വർഷം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വടക്കുന്നാഥൻ ആനയൂട്ടിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻസ്റ്റാ പേജും കൂടി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വരൂ ഗൈസ്, നമുക്കിനി അങ്ങോട്ട് പോകണം. ഇവനവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതിൻ്റെ കോപ്പറേറ്റ് അടിക്കേണ്ട വേണ്ട കേട്ടോ ഞാൻ ഈ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇതാ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തരാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. ഈ ഭാഗത്ത് കൂടി കേട്ടോ ആനകൾ ഉള്ളിലോട്ട് പോകുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഫുൾ തിരക്കായിരിക്കും. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം ആനിമേക്കർ ടീം ആനകളുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം സൂര്യപുത്രൻ, നിലവിൻ്റെ തമ്പുരാൻ കാർണൻ, പിന്നെ പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ശിവസുന്ദർ, ചില്ലിക്കൊമ്പൻ എല്ലാവരും ഉണ്ട്. നമുക്ക് അകത്ത് പോയി നോക്കാം. ക്ഷേത്രത്തിൽ അകത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷ ഗണപതി മഹാഗണപതി ഹോമം. ഒരു പിടിയാനിയും ഒരു കൊമ്പനാനിയും ഈ 2 ആനകൾക്ക് മുന്നിലാണ് ഹോമം നടത്തുന്നത് കേട്ടോ. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇനി ആനയൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥൻ ആനയൂട്ട്. 1982 വടക്കുന്നാഥൻ ആനയൂട്ട് ആദ്യമായി ആരംഭിക്കുന്നത്. രാവിലെ ഒരു 7 മണിക്കുള്ളിൽ വന്നാൽ മാത്രമേ ഈ ഗണപതി ഹോമത്തിൻ്റെ കാഴ്ചയിലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വരാൻ പറ്റാത്തവർക്കും നേരിൽ കാണാൻ പറ്റാത്തവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് ഈ കൊടുക്കുന്നത്. ഉണ്ണിക്കടൻ ചേട്ടനെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തോട്ടോ. ചേട്ടൻ നേരത്തെ വന്നു. നമ്മുടെ അനിയനാണ്. അതെ, 1 വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതെ അതെ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്രാവശ്യത്തെ ആനയൂട്ട് കറക്കണം ഒന്നിനെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിരിക്കുക, സന്തോഷമായിരിക്കുക. ഓക്കെ, ഈ കാണുന്ന സ്ഥലത്തെ കുറച്ച് കഴിഞ്ഞാൽ നിന്ന് തിരിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയും ക്രൗഡായിരിക്കും. ഇവിടെയൊക്കെ ആനകൾ നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ആനയൂട്ടാം ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം 60-ഓളം ആനകളാണ് കേട്ടോ ആനയൂട്ടിന് പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ ആനകളെ വരാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ആനയൂട്ടിന് വരുന്നതോ? ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടല്ലേ? ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ പ്രതീക്ഷ? എന്താ അടിപൊളിയായിരിക്കും? അടിപൊളി തകർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് കാണട്ടെ ഇതൊക്കെ. പുറത്ത് പോയിട്ട് ആനകളുടെ എൻട്രി കാണാം. രത്നങ്ങളിൽ സൗന്ദര്യത്തിന്റെ മായികാഭാവം കൂടുന്നവൾ കാവേരി സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായി ആരാധകരുടെ മനം കുളിർക്കുന്ന സൗന്ദര്യരത്നം ഉടമ ഷിനിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ ശ്രീ വടക്കുംനാഥന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന പെൺതാരകം ശ്രീ കാർത്യായനി പ്രിയ ഗജറാണി രത്നം പെരുമ്പറമ്പ് കാവേരി. ആനകളൊക്കെ ഓരോന്നായിട്ട് ലോറിയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അമ്പലത്തിന് അകത്തോട്ട് പോകാനുള്ള തിരക്കാണത്. ഇനിയും വെയിറ്റ് ചെയ്താൽ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. ക്ഷേത്രത്തിനുള്ളിൽ ആനകളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. വടക്കുന്നാഥൻ ആനയൂട്ടിന് ആനകൾ കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് ആട്ടോ ഇവിടെ കാണുന്നത്. ഈ ചോറാണ് ഉരുളയാക്കിയിട്ട് ആനകൾക്ക് കൊടുക്കുന്നത്. ചോറ് മാത്രമല്ല, അതിൻ്റെ കൂടെ അവിലും പിന്നെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആനകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പം ജനങ്ങൾ കണ്ടില്ലേ, ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഇത്രയും തിരക്കായി കഴിഞ്ഞു. നല്ലൊരു ക്ലൈമറ്റാണ്, മഴയൊന്നുമില്ല, നല്ല മൂടി ക്ലൈമറ്റാണ്. എന്താ മഴ പെയ്തില്ല എന്ന് വിചാരിച്ച് മഴ പെയ്തു ഗൈസ്. അടിപൊളി. പക്ഷെ എന്നാലും രസം കേട്ടോ, മഴയത്തുനിന്ന് ആനയൂട്ട് കാണാനും ഇതിൽ പങ്കെടുക്കാനൊക്കെ. ആനയൂട്ടിന് വേണ്ടി കൊണ്ടുവന്ന ചോറ് ഉരുളയാക്കി ആനകൾക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ കാണുന്നത്. ഗൈസ്, ഈ വർഷത്തെ ആനയൂട്ട് ഹെവി മഴയാട്ടോ. മഴ പറഞ്ഞാൽ പിടുത്തം വിട്ട മഴ, കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്തായാലും ഉഷാറായിരുന്നു. പക്ഷേ ഈ ആനയൂട്ടിൻ്റെ ആനയ്ക്ക് ഊട്ടുന്നത് സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എല്ലാവരും കുടയൊക്കെ എടുത്തിട്ടേ ഫുള്ളും കുടകളും തിക്കും തിരക്കും മാത്രമേ. നമ്മൾ ഈ കോട്ടും ഈ തൊപ്പിയും പിന്നെ പുറത്ത് മഴ വരുന്ന സമയത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റെയിൻ പ്രൊട്ടക്ടർ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ മഴ നമുക്ക് വിഷയമല്ല. ഫോണിൽ മഴ കൊള്ളില്ല. അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് കിട്ടി. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ആനയ്ക്ക് കൊടുക്കുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര റഷും കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഹെവി മഴയാണ്. അപ്പോൾ ആനകളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കേരളത്തിൽ പല ഭാഗങ്ങളായിട്ട് ആനയൂട്ട് നടക്കും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന്. ഞാൻ അതിന് മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും മഴയുണ്ടായിരുന്നു, പക്ഷേ ഹെവി മഴയൊന്നുമില്ല. ബാക്കിൽ ഓരോ ആനകളായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആരവമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാ പേജും കൂടി ഫോളോ ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ദിസ് ഇസ് വ്ളോഗ്സ് രാജു ഹേ സൈനിങ് ഓഫ്. ബൈ.